നമസ്കാരം. പ്രണവം സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ജ്യോതിഷ പ്രശ്നപരിഹാര നിവാരണത്തിനായിട്ട് നമ്മുടെ ജ്യോതിഷാചാര്യൻ ശ്രീ KV സുഭാഷ് ചന്ദ്രി സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിന് ആദ്യമേ ഒരു സ്വാഗതം പറയാം. നമസ്കാരം സാർ. ഇന്ന് നമ്മളിവിടെ പ്രശ്നപരിഹാരത്തിന് എടുത്തിരിക്കുന്ന വിഷയം വാസ്തുവും വാസ്തുപുരുഷനും. യഥാർത്ഥത്തിൽ വാസ്തുവും വാസ്തുപുരുഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ വാസ്തു നോക്കുന്നത് അത് എത്രത്തോളം ഗുണത്തിൽ വരുന്നുണ്ട്, അതൊന്ന് വിശദീകരിക്കാം. അതായത് വാസ്തുവും വാസ്തുപുരുഷനും എന്ന് പറഞ്ഞാൽ ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ, വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ അളവെന്നാണ്. അതായത് നമ്മൾ പറയുന്നുണ്ട് വേദം എന്നാൽ അറിവ് എന്ന് പറയുന്ന പോലെ വാസ്തു എന്നാൽ അളവാണ്. വാസ്തുശാസ്ത്രം എന്നാൽ അളവിൻ്റെ കണക്കുകളുടെ കളി തന്നെയാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു സംഭവം തന്നെ. അപ്പോൾ വാസ്തുവും വാസ്തുപുരുഷനായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ട് വാസ്തുപുരുഷൻ ഉറങ്ങുന്ന സമയം, ഉണർന്നിരിക്കുന്ന സമയം, പിന്നെ ചവർണകം ചെയ്യുന്ന സമയം, അങ്ങനെയുള്ള ടൈമുകളൊക്കെ നോക്കിയിട്ടാണ് ഈ പെരയ്ക്ക് കല്ലിടലും കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അത് ശുഭ സമയം നോക്കിയൊക്കെയാണ് ചെയ്യുന്നത്. കോൺ രാശികളിലൊന്നും വീടിന് കുറ്റിവയ്ക്കാറില്ല. കോൺ രാശി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മിഥുനം, കന്നി, ധനു, മീനൻ രാശികളിലൊന്നും വീടുകൾക്ക് ആ മാസങ്ങളിൽ കുറ്റിവയ്ക്കാറില്ല. അതാണ് ആ വാസ്തുപുരുഷനായിട്ടുള്ള ബന്ധം. അപ്പോൾ വാസ്തു എന്ന് പറയുമ്പോൾ ഈ അളവാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് പലർക്കും പറ്റുന്നതെന്ന് വെച്ചാൽ എഞ്ചിനീയർമാർ ഈ വാസ്തു എന്ന് പറയുന്നതെല്ലാം തട്ടിപ്പാണ്, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, നമ്മളുടെ സൗകര്യത്തിനെല്ലാം ചെയ്യാം, അതാണ് ശരിയെന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, നമ്മൾ വാസ്തു എന്ന് പറയുമ്പോൾ അളവാന്ന് പറഞ്ഞ പോലെ ഇപ്പം ഞാനിട്ടിരിക്കുന്ന ഷർട്ട് എനിക്ക് പാകമാണെങ്കിൽ മാത്രമേ എനിക്ക് അനുയോജ്യമായ രീതിയിൽ എൻ്റെ ശരീരത്തിൽ കിടക്കുള്ളൂ. അപ്പോൾ ഇതിന് ഒരുപാട് അളവ് കുറവാണെങ്കിൽ എനിക്കിത് ഇടാൻ പറ്റില്ല. അത് ആ ശ്രമം തുടക്കത്തിൽ തന്നെ ഒഴിവാക്കേണ്ടി വരും. ഇത് ഒത്തിരി ലൂസാണെങ്കിൽ കാണുന്നവർക്ക് വളരെ അരോചകമായിരിക്കും, നമുക്ക് അരോചകമായിരിക്കും. അതേപോലെ തന്നെയാണ് ഒരു വാസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ കിടക്കുന്ന ആ റൂം ഏറ്റവും ഇമ്പോർട്ടൻ്റ് കിടപ്പ് മുറിയാണ്. അപ്പോൾ ഈ ശയിക്കുന്ന റൂമിൻ്റെ കണക്ക് തെറ്റിയാണ് കിടക്കുന്നതെങ്കിൽ, നമ്മളിത് മുമ്പ് പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്, സമചതുര റൂമിലാണ് കിടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വട്ടായിരിക്കും, മലയാളത്തിൽ പറഞ്ഞാൽ. അതായത് മെൻ്റലായിരിക്കും. അയാളോട് തന്നെ ഭ്രാന്തായിരിക്കും. പുറത്തുള്ള എല്ലാവരോടും ആ ഒരു രീതിയിലാണ് അയാൾക്ക് സമീപിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ പോസിറ്റീവ് എനർജി ഈ സമചതുര റൂമിൽ വന്നു കഴിഞ്ഞാൽ അത് ക്ഷേത്രങ്ങൾക്ക് മാത്രമേ പാടുള്ളൂ സമചതുരം അളവ്, മറ്റുള്ളതെല്ലാം ദീർഘചതുരത്തിലേ വരാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇപ്പോൾ ഒരു കൃത്യമായ ഒരു അളവെന്ന് പറഞ്ഞാൽ 16 കോല 8, 20 കോല 8 ഇങ്ങനെയുള്ള അളവുകളാണ് മുറികൾക്കെല്ലാം ക്രമീകരിക്കുന്നത്. ഇത് തന്നെ അടുക്കളയുടെ കണക്ക് എപ്പോഴും മാസ്റ്റർ ബെഡ്റൂമിനേക്കാളും ചെറുതായിരിക്കണം. ചെറുതായിരുന്നാൽ നമുക്ക് വരുന്ന സമ്പത്ത് ചിലവാകുന്നതിൽ കുറയുകയും നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം പറയുന്നത്. പിന്നെ അടുക്കള എപ്പോഴും വടക്ക് കിഴക്ക് ഈശാന കോണിൽ തന്നെ വരണം. അത് നമ്മൾ മുമ്പെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈശാന കോണിൽ വ്യാഴമാണ് ദേവൻ, അതുകൊണ്ടാണ് ഈശാന കോൺ നിഷ്കർഷിക്കുന്നത്. തെക്ക് കിഴക്ക് അഗ്നികോണിൽ ശുക്രനാണ് ദേവൻ, അവിടെ അരിഷ്ടതയാണ് ഫലം. ശുദ്ധി പാലിക്കണം. ശുദ്ധി പാലിച്ചില്ലെങ്കിൽ, അതായത് നോൺ വയ്ക്കുകയോ പിരീഡായ സ്ത്രീ കയറുകയോ ഭാര്യാഭർത്തൃ ബന്ധത്തിന് ശേഷം കുളിക്കാതെ കയറുകയോ അങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ വളരെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ ഈശാനകോൺ നിഷ്കർഷിക്കുന്നതിൻ്റെ കാരണം. അതായത് പാർജന്യ പചനാലയം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്നത് വായിലൂടെ മാത്രമാണ്. ഇപ്പോൾ വായ വയറ്റത്ത് കൊണ്ടെന്ന് വെച്ചാൽ എച്ചു കൊടുക്കാൻ എളുപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ആരും വായ കൊണ്ടെന്ന് വയറ്റത്ത് വെക്കാറില്ല. അപ്പോൾ ഇതാണ് അതിന് മറ്റുള്ള ഈ യുക്തി പറയുന്ന ആളുകളോടുള്ള ഒരു മറുപടി നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ കന്നിമൂല എന്ന് പറയുന്ന, അതാണ് തെക്ക് പടിഞ്ഞാറ് മൂലകളിലായിരിക്കും ദമ്പതികൾ കപ്പിൾസ് കിടക്കേണ്ട ഒരു സ്ഥലം. അത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവിടെ സർപ്പമാണ് ദേവൻ. അപ്പോൾ ആ സർപ്പ സാന്നിധ്യമുള്ള സ്ഥലത്ത് നമ്മൾ വസിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സർപ്പം പിണയുന്ന പോലെ അവരുടെ ജീവിതവും ആനന്ദകരമായിട്ട് തന്നെ ജീവിക്കാൻ പറ്റും. പിന്നെ വായുകോണിൽ എന്ന് പറഞ്ഞാൽ വടക്ക് പടിഞ്ഞാറാണ്. അവിടെ അതേപോലെ കുട്ടികൾക്ക് വടക്ക് പടിഞ്ഞാറും കിടക്കാം, തെക്ക് കിഴക്കും കിടക്കാം. ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് കിടത്താൻ പാടില്ല. കാരണം കുട്ടികൾ പഠനത്തിൽ പിന്നിലേക്ക് പോകും. അപ്പോൾ ഇതെല്ലാം നമ്മൾ മുമ്പ് എപ്പിസോഡുകളിലെല്ലാം ഈ വാസ്തുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ഈ വാസ്തു എന്ന് പറയുന്ന സംഭവം കണക്ക് തെറ്റിക്കഴിഞ്ഞാൽ പലരും പഞ്ചശിരസ് എന്ന് പറയുന്ന ഒരു സാധനം റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ചിലർ കണ്ണി കണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ടെന്ന് വെച്ചിട്ട് അളവ് ശരിയാക്കാൻ വേണ്ടി വെക്കും. ഇപ്പോൾ പോസിറ്റീവ് എനർജി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ അഭിപ്രായം പറഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മളിട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ അളവ് ശരിയാക്കണമെങ്കിൽ ഈ വക സാധനങ്ങൾ കെട്ടി തൂക്കിയതുകൊണ്ടോ ഇതൊന്നും വെച്ചതുകൊണ്ടോ ഒന്നും മാറ്റം ഉണ്ടാവില്ല. ഈ അളവ് ക്രമീകരിക്കണം. അപ്പോൾ അളവ് ക്രമീകരിക്കണമെങ്കിൽ അളവ് കുറയ്ക്കണം, അല്ലെങ്കിൽ കൂട്ടണം, രണ്ടിലൊന്നേ നടക്കുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ വാസ്തു തെറ്റിക്കഴിഞ്ഞാൽ അത് നല്ല കണക്കറിയാവുന്ന ആചാര്യം തന്നെ ഒന്ന് അളന്ന് നോക്കിയിട്ട് അതിൻ്റെ രീതിയിലേക്ക് തന്നെ കാരണം. അല്ലാതെ വേറെ വല്ല സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചാൽ പോസിറ്റീവ് വരും എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ പറഞ്ഞ പോസിറ്റീവ് വരില്ല. പിന്നെ വടക്ക് പടിഞ്ഞാറ് കിണർ കുത്തി ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ചെന്ന് നോക്കും വടക്ക് പടിഞ്ഞാറ് കിണർ, ഇവർ ഓരോ ദിവസം കടത്തിലേക്ക് പോകാതല്ലാതെ കണ്ട് ഒരു കാരണവശാലും മുകളിലേക്ക് കയറി വരില്ല.
അപ്പോൾ ചില ആചാര്യന്മാർ ബുക്കിൽ എഴുതി വെച്ചാണ്ടെന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള സംഭവം. പിന്നെ ഇത് തന്നെ വാസ്തുവിൽ തെറ്റുന്ന ഒരു കാര്യം, നമ്മൾ വീടിന് സ്റ്റെപ്പ് ഇടുമ്പോൾ പോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു സ്റ്റെപ്പേ പാടുള്ളൂ, ഒന്നുകിൽ 1 അല്ലെങ്കിൽ 3. അപ്പോൾ പലരും ഇപ്പോൾ 2 ഇടുന്നത്, 2 സ്റ്റെപ്പ് ഇടും. ലാഭം നഷ്ടം ലാഭം ലാഭം നഷ്ടം ലാഭം എന്നാണ് ചോദിക്കുമ്പോൾ മറുപടി. അപ്പോൾ നമ്മൾ പറയുന്ന ലാഭം നഷ്ടം ലാഭം മുകളിലേക്ക് കയറി കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങണമല്ലോ. താഴേക്കും ലാഭം നഷ്ടം ലാഭത്തിൽ ഇറങ്ങണ്ടേ? അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭൂമി ലാഭം എന്ന് പറയുമ്പോൾ ആ കയറി നിൽക്കുന്ന ഭാഗം ലാഭമാണ്, 2ാമത് നഷ്ടമാണ്, 3ാമത് ലാഭമാണ്, 4ാമത് ഭൂമിയിലേക്ക് കാല് വയ്ക്കുമ്പോൾ നഷ്ടമായി. അപ്പോൾ അതിന് ചോദിച്ചാൽ അവർക്ക് ഉത്തരവില്ല. അപ്പോൾ അപ്പോഴാണ് ഇത് അറിയുന്നത് അങ്ങനെ ഒരു കണക്കുണ്ടായിരുന്നോ എന്ന്. കാരണം ഇത് മുമ്പ് പറഞ്ഞ പോലെ ഞങ്ങളുടെ സാറിൻ്റെ കൂടെ പഠിച്ചപ്പോൾ വാസ്തുവിൽ ഒരു 6 വർഷം ക്ലാസ്സൊക്കെ പഠിച്ചു വന്നൊരു വിദ്വാനുണ്ടായിരുന്നു. അപ്പോൾ വിദ്വാനെ കൊണ്ട് ഒരു പ്രാവശ്യം ഒരു സ്ഥലത്ത് വീട് അളക്കാൻ പോയി. ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ കാര്യം ഇങ്ങനെ ചോദിച്ചു ആളോട്, ഇതെന്താ ഇതിൻ്റെ കണക്കെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഞങ്ങളുടെ ആചാര്യം ഇങ്ങനെയാണ് പഠിപ്പിച്ചത്. അതായിക്കോട്ടെ, ആചാര്യം എങ്ങനെയാണെങ്കിലും പഠിപ്പിച്ചത്, അതൊന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ലാഭം നഷ്ടം ലാഭം, ആയിക്കോട്ടെ. അപ്പോൾ താഴേന്ന് പുള്ളി ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് വെച്ച് ഭൂമിയിൽ കൂട്ടില്ല, ഭൂമി കൂട്ടില്ല എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഭൂമി കൂട്ടണ്ട, നിങ്ങളുടെ ആശയം പോലെ നടക്കട്ടെ, ഭൂമി കൂട്ടാതെ മുകളിലേക്ക് കയറിക്കോളൂ. മുകളിൽ ആൾ ലാഭത്തിൽ കാല് വെച്ചു, എന്നാൽ തിരിച്ചിറങ്ങാൻ പറഞ്ഞു. അപ്പോൾ തിരിച്ച് നിന്ന ഭൂമി ലാഭം തന്നെ കൂട്ടണമല്ലോ, അത് കൂട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ആൾ ലാഭം കൂട്ടി താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ നഷ്ടത്തിൽ കാല് വെച്ചു. ഇതെന്താ എങ്ങനെയെന്ന് ചോദിച്ചു. ആൾ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചു. അല്ല ആചാര്യനോട് ചോദിച്ചില്ല എന്ന് പറഞ്ഞു. കാരണം പഠിച്ച സമയത്ത് പുള്ളിക്ക് സംശയം ഉണ്ടായില്ല. ഞങ്ങളുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ആചാര്യനോട് എന്ത് സംശയം ചോദിച്ചാലും ആൾ മറുപടി പറയും. ഇതെന്താ അതെന്താന്ന് ചോദിച്ചാൽ ആൾ അതിന് മറുപടി പറയും. അതാണ് ആചാര്യൻ. അല്ലാതെ ബുക്കിൽ എഴുതി വെച്ചു, അവിടെ എഴുതി വെച്ചു, ഇത് ആരുടെ കുഴപ്പമാണ്? എഴുതണവന് എന്ത് വേണമെങ്കിലും എഴുതാം, അനുഭവിക്കണവനും. അതിന് വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ സംഘടനയിലുള്ള ഒരു ചങ്ങാതിക്ക് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ബിസിനസ്സൊക്കെ വളരെ മോശമായേക്കാണ്, അതായത് കല്ലിൻ്റെ കച്ചവടമാണ് ആൾക്ക്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഇരുന്ന പോലെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ആ റൂമിൽ വല്ല മാറ്റം വരുത്തുമെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു റൂമിൽ ചെറിയ മാറ്റം വരുത്തി. മനയടി ശാസ്ത്രം, തമിഴ്നാട് മനയടി ശാസ്ത്രം എന്ന് പറയാം. അവർക്ക് 8, 8, 10, 10, 12, 12 സമയത്തിനെല്ലാം അവരുടെ മനയടി ശാസ്ത്ര പ്രകാരം ഒരു മാറ്റം വരുത്തി. അതിന് ശേഷമാണ് ഇത് സംഗതി കുറഞ്ഞു പോയത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ തന്നെ നോക്കിയിട്ട് ഒന്ന് അളന്ന് നോക്കുക, അതിൻ്റെ ഏതിലാണ് ഇരിക്കണേ, 16:8 20:8 എന്ന് അളന്ന് നോക്ക്. അപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് അങ്ങനെ അളക്കാൻ അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു ഒരു സൈഡ് നീളം അളക്കുക, മറ്റേ സൈഡ് വീതി അളക്കുക, രണ്ട് അതിൻ്റെ പെരുക്കുക, അതായത് 2 കൂടി കൂട്ടിയിട്ട് ഇൻറ്റു 2 ഗുണിച്ച് കഴിയുമ്പോൾ പെരുക്കി കിട്ടി. അതിനെ 72 കൊണ്ട് ഹരിക്കുക, അത് കിട്ടുന്നതാണ് കോലളവ്. ബാക്കി ശിഷ്ടം കൂട്ടിയിട്ട് വിരലായിട്ട് കണക്കൂട്ടാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇതൊന്നും എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതുകൊണ്ട് ആരെങ്കിലും ഒന്ന് വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മുടെ ആചാര്യനുണ്ട്, ഞാൻ വിടാം, എനിക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് വരാമെന്ന്. ആചാര്യം ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾ ഈ മനയടി ശാസ്ത്രപ്രകാരം നീക്കിയപ്പോഴാണ് ഈ അളവ് തെറ്റിപ്പോയി. അതായത് 20 കോലം എട്ടിന്ന് 19 ഒന്നും അല്ലാത്ത കണക്കിൽ വന്നുകൊണ്ടാണ് സംഭവം ബിസിനസ് പിന്നിലേക്ക് പോയി. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം അവിടെ തീർന്നു. ഇതെല്ലാം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വളരെ സംസാരിക്കുന്ന ആളായിരുന്നു. ഒരു ദിവസം രാത്രി വിളിച്ചു, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചു. നല്ല വിശേഷം, എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ മലപ്പുറം വരെ പോയിട്ട് തിരിച്ചു വരാണ്, അപ്പോൾ ഒന്ന് വിളിച്ചതാണ്, താങ്കളുടെ നാട്ടിൽ കൂടെ കടന്നു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ മലപ്പുറത്ത് പോയേ? അവിടെ ഞാനൊരു വീടിൻ്റെ വാസ്തു അളക്കാൻ പോയതാണ്. ഞാൻ ചോദിച്ചു വാസ്തു അളക്കാനോ? അവർക്ക് ഞാൻ തന്നെ ചെല്ലണമെന്ന് വളരെ നിർബന്ധം, അതുകൊണ്ട് പോയതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഇരിക്കുന്ന സ്വന്തം ഒരു റൂമിൻ്റെ പോലും കണക്ക് ക്ലിയർ ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ആചാര്യനാണ് ഒരു വീടിൻ്റെ അളവ് ശരിയാക്കുന്നത്. അപ്പോൾ ആ അനുഭവിക്കുന്ന വീട്ടുകാരുടെ ഒരു അവസ്ഥ. അപ്പോൾ അതേപോലെ വാസ്തു എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ആചാര്യന്മാർ വരുന്നുണ്ട്. ഇത് തന്നെ നമ്മൾ പ്രശ്നം നോക്കുമ്പോൾ തടസ്സം പൂർണ്ണമായിട്ട് തീരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനകത്ത് തന്നെ മനസ്സിലാവും, വീടിൻ്റെ കണക്ക് കയറ്റാണെങ്കിൽ കണക്ക് കയറ്റാന്ന് പറയും. അപ്പോൾ ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു പൂജ കഴിഞ്ഞപ്പോൾ അവസാനം രാശി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞാൽ വീടിൻ്റെ കണക്കൊന്നും ക്ലിയർ ചെയ്യണം, എന്നാലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഉടനെ അവർ പറഞ്ഞു ഞങ്ങളുടെ വീടിൻ്റെ കണക്കൊക്കെ ശരിയാക്കിയതാണ്. ഞാൻ പറഞ്ഞു അത് ശരിയാവില്ല, നമുക്കിവിടെ തെറ്റുന്നുണ്ട്, അത് തെറ്റായിരിക്കും, നിങ്ങൾ ആരെ കൊണ്ട് നോക്കിച്ചാലും പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ 5 ആചാര്യന്മാർ വന്ന് നോക്കിയതാണ്, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ പിന്നീട് വിളിച്ച് നമ്മളോട് റിസൾട്ട് കിട്ടില്ല എന്ന് പരാതി പറയരുത്, അതുകൊണ്ട് അതുകൊണ്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ പോയി അവിടെ അളന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ആ വീട് പൊളിച്ച് മാറ്റി വേറെ വീട് പണിതാൽ മാത്രമേ കണക്കുണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് 5 ആചാര്യന്മാർ അവിടെ നോക്കിയത്? ഈ 5 ആചാര്യന്മാരും ഒന്ന് അളന്ന് നോക്കി, അവരൊന്ന് ഞെട്ടിപ്പോയി. 5 പേരും വന്ന് നോക്കി, പറഞ്ഞിട്ട് മാത്രമേ നോക്കിയുള്ളൂ, അത് മാത്രമേ കണക്കുള്ളൂ, ബാക്കി എല്ലാം ഉള്ളളവും തെറ്റാണ്. ഈ ഉള്ളളവെല്ലാം തെറ്റിക്കഴിഞ്ഞപ്പോൾ അത് എന്തെങ്കിലും ചെയ്ത് മാറ്റാൻ പറ്റാത്തൊരു നിവൃത്തി. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞാൽ വിറ്റ് മാറാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റില്ല, കാരണം അത്രയും നല്ല ഏരിയയാണ്, വിറ്റ് പോകാൻ താല്പര്യമില്ല, അപ്പോൾ ഞങ്ങൾ പൊളിച്ച് വേറെ പണിയാന്ന് പറഞ്ഞു. അവരുടെ കയ്യിൽ പൈസ ഉണ്ടായതുകൊണ്ട് അവർ രക്ഷപ്പെട്ടില്ലെങ്കിലോ. ഇതേപോലെ തന്നെ സംഭവിച്ചൊരു കാര്യം, നമുക്ക് നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് കാർഗിലിൽ നിന്നൊരു ജവാൻ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് ഭയങ്കര ഡിപ്രഷനാണ്. കുട്ടിക്ക് ആകെ 19 വയസ്സുള്ളൂ. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയായിട്ട് പ്രേമത്തിലാണ്.
അപ്പോൾ ഈ പെൺകുട്ടിയെ ഏത് സമയത്ത് വിളിച്ചാലും ലൈനിൽ കിട്ടണം. രാത്രി 12 മണിക്ക് വിളിച്ചാലും പെൺകുട്ടിയായിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ ഇവൻ ആത്മഹത്യ ചെയ്യുന്നുള്ള ഒരു രീതിയിലേക്ക്. കുട്ടിയുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കെട്ടിച്ച് തരാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്രായപൂർത്തിയാവണമല്ലോ. ഈ 19 വയസ്സുള്ള കുട്ടിക്കും അതിൽ താഴെയുള്ള കുട്ടിക്കും കല്യാണം നടത്താൻ പറ്റുമോ? അതുവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള പ്രശ്നം, ഇവൻ എപ്പോൾ വിളിച്ചാലും കിട്ടാൻ അന്യ വീട്ടിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ഈ തോന്നുന്ന സമയത്തൊക്കെ വിളിച്ച് ഫോൺ കിട്ടാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതുമല്ല വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ആൾ അക്രമസുഖനായിട്ട് ഈ ഉപകരണങ്ങളൊക്കെ നശിപ്പിക്കുക, ആത്മഹത്യ ചെയ്യണം, ആ ഒരു സംഭവത്തിൽ വന്നു. ആൾ നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് വന്നു രക്ഷിക്കണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ പൂജയ്ക്കൊക്കെ വന്നു, എല്ലാം കഴിഞ്ഞ് പോയി. കുട്ടിയുടെ കാര്യം ഓക്കെ. അത് കഴിഞ്ഞിട്ട് വീട് അളക്കാനും വിളിച്ചു. അവിടെ ചെന്ന് അളന്ന് കഴിഞ്ഞപ്പോൾ 14 സെൻറ്റ് സ്ഥലത്ത് സാമാന്യം ഭേദപ്പെട്ടൊരു വീടാണ്. പക്ഷേ മൊത്തം തെറ്റാണ്. ഒരു എഞ്ചിനീയർ, ആ നാട്ടിലെ പ്രസിദ്ധനായ വാസ്തു ആൾ ചെയ്തു കൊടുത്തതാണ്. അപ്പോൾ ആൾ പറഞ്ഞു ഞാനാണ് ഈ കടം കടത്തിൻ്റെ കൂടാണ്, ഇനി ഒരു 2-3 വർഷം എനിക്ക് റിട്ടയർമെൻറ്റിനുള്ളൂ. അത് ഞാൻ ഒരു സാധാരണക്കാരനായിരുന്നു. എൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും സേവ് ചെയ്ത് വെച്ചൊരു വലിയ വീട് പണിയണമെന്ന് എഴുതി പണിത വീടാണ്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, 14 സെൻറ്റ് സ്ഥലമുണ്ട്, എങ്ങനെ വേണമെങ്കിലും പണിയാം. അപ്പോൾ അവിടെ എല്ലാം വാസ്തു തെറ്റിച്ചു. അപ്പോൾ പിന്നെ എന്താണ് വാസ്തു? അപ്പോൾ ജനങ്ങൾക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ വാസ്തു എന്ന് പറഞ്ഞാൽ അത് അളവാണെന്നുള്ള കാര്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. വരുന്ന ആചാര്യന് ഈ വക അളവും കാര്യമൊക്കെ അറിയുമെന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ വീട് ഇപ്പോൾ പ്രോഗ്രാം കണ്ട് ത്രില്ലടിച്ചു, വാസ്തുവിൻ്റെ ആചാര്യനെ കൊണ്ട് നോക്കിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വരുന്ന ആൾക്ക് ഈ വക അളവും കാര്യമൊക്കെ അറിയാവുന്ന ആളാണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം വഴി മാറുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും നരകത്തിലേക്ക് തന്നെ പോകും. വാസ്തുവിനെക്കുറിച്ചും വാസ്തു പുരുഷനെക്കുറിച്ചും നമുക്ക് ഇത്രയും അറിവ് പകർന്നു തന്ന സാറിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അടുത്തൊരു സംശയ നിവാരണവുമായി അടുത്ത എപ്പിസോഡ് കാണുമ്പോഴേക്കും നമസ്കാരം.